സ്വപ്നം കാണുമായിരുന്നു? ഒത്തിരി സ്വപ്നം കാണുമായിരുന്നു. ഞാനിങ്ങനെ വലിയ കാറിൽ വന്ന് നിൽക്കുന്നു, അപ്പോൾ എല്ലാ ആൾക്കാർ വാവ് എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഞാൻ ഈ ചെറിയ പ്രായത്തിൽ തന്നെ സ്വപ്നം കാണുമായിരുന്നു. അത് ആക്ച്വലി എന്നും ഡ്രീം ചെയ്യുമായിരുന്നു. ഞാൻ നേഴ്സ് ആവണം എന്ന് ആഗ്രഹിച്ച ആളാണ്. അപ്പോൾ ഒരു നഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പല റിലേറ്റീവ്സിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ ചോദിച്ചത് +2 കഴിഞ്ഞില്ല, ഇനി ട്യൂഷൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ STD ബൂത്തിൽ ഇരിക്കുക. എന്നൊക്കെ STD ബൂത്ത് ഫേമസ് ആണല്ലോ. അന്ന് എൻ്റെ ഗ്രാൻഡ് മദർ എന്നോട് പറഞ്ഞ കാര്യം, ഇവരുടെയൊക്കെ മുന്നിൽ നീ തല പൊക്കി തന്നെ ജീവിക്കണം. അതുകൊണ്ട് ഇങ്ങനെ MBA എൻട്രൻസ് ചെയ്തത്. അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. ആ എൻട്രൻസ് കിട്ടിയില്ല, അത് വേറെ കാര്യം. അടുത്ത പ്രാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാൻ വരുമ്പോൾ പറ്റ് തീർക്കണം, അല്ലെങ്കിൽ ഇനി തരാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു ബാല്യം വരെ നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ ഒരു 200 to 250 സ്ക്വയർ ഫീറ്റ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുകയും എഗെയിൻ ഞാൻ ഈ പറഞ്ഞ പോലെ കൺസൾട്ടൻറ്റും മാനേജറും കേസ് മാനേജറും കേസ് ഓഫീസറും അതുപോലെ തന്നെ ക്ലയൻസ് വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ആൾ എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ തന്നെ കഴുകി വെക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ അവർ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. റാന്നിയില് എടമുറി എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് ഞാൻ എൻ്റെ +1 അവിടെ ഗസ്റ്റായിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ 1.5 lakhs ക്ലയൻസിൻ്റെ ഹാപ്പി ഫേസസ്, അവരുടെ വാട്സപ്പ് മെസ്സേജസ്, അവരവിടെ സെറ്റിലായി എന്ന് പറയുന്നു, അവർക്ക് ഗവൺമെൻറ് ജോബ് കിട്ടി എന്ന് പറയുന്നു, അവർ വലിയ പൊസിഷനിലെത്തി, അവിടെ ചെന്നിട്ട് അവർ BMW വാങ്ങിച്ചു, വലിയ വീട് വെച്ചു, അതൊക്കെ ഫോട്ടോസൊക്കെ അയക്കുമ്പോൾ സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോഴൊക്കെ കിട്ടുന്ന ഹാപ്പിനെസ്, അതും എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥനയിൽ നമ്മളെ ഓർക്കുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. പൊരുതുക എന്നത് വലിയൊരു കാര്യമാണ്. ഒരു സ്ത്രീ പൊരുതുക എന്നത് അതിനേക്കാൾ മികച്ച ഒരു കാര്യമാണ്. ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് ലൈഫിൽ ഒരുപാട് പൊരുതി ഇന്ന് ഇന്ത്യയിലെ ഇമിഗ്രേഷൻ ലേഡി എന്നറിയപ്പെടുന്ന പൊസിഷനിലേക്ക് എത്തിയ രേണുവാണ്. രേണു, സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. രേണു, എവിടെയാണ് നാടും വീടും ജനിച്ചതൊക്കെ? ഞാൻ ജനിച്ചത് ചേതക്കൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അത് റാന്നി പത്തനംതിട്ട ഡിസ്ട്രിക്റ്റാണ്. അവിടെയാണ് ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ. എൻ്റെ +2 ശേഷമാണ് ഞാൻ നോർത്തിൽ പോയി അവിടുന്ന് ഞാൻ എൻ്റെ ഹയർ എഡ്യൂക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. അതുവരെ ഞാൻ ചേതക്കൽ എന്ന ഗ്രാമത്തായിരുന്നു. നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരു അമ്മൂമ്മയും മകളും മാത്രമുള്ളൊരു ജീവിതമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം? അത് ആക്ച്വലി വളരെ ഇമോഷണലി കണക്റ്റഡ് ആണ്, അതുപോലെ തന്നെ വളരെ ഹാപ്പിയാണ്. ഞാനും എൻ്റെ ഗ്രാൻഡ് മദറും മാത്രമുള്ളൊരു ലോകമായിരുന്നു. ഞങ്ങൾ രാവിലെ ഈ പറഞ്ഞ പോലെ 3:30 in the morning എഴുന്നേൽക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, നിർമ്മാല്യ ദർശനം തൊഴുന്നു. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ലോകം. പ്യുവർ വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് മദർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു തന്ന കഥകളും അതുപോലെ തന്നെ എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ബാല്യകാലവുമായിരുന്നു. ജീവിതത്തിൽ തന്നെ പൊരുതി നേടുക എന്നുള്ളതായിരുന്നു എന്നും എനിക്ക് പഠിപ്പിച്ചു തന്ന കാര്യം. ബിക്കോസ് എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ പിന്നെ എൻ്റെ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് എത്തുക. അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ ഗ്രാൻഡ് മദർ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്, എവിടെയെങ്കിലും എത്തണം, എന്തെങ്കിലും ജീവിതത്തിൽ നേടണം, തന്നെ സ്വന്തം കാലിൽ നിൽക്കണം, ആരെയും ചതിക്കരുത്, വഞ്ചിക്കരുത്, ഒരു രൂപ ഉണ്ടാക്കിയാലും വളരെ അഭിമാനത്തോടു കൂടിയുള്ളതായിരിക്കണം, സമാധാനമായിട്ട് കിടന്നുറങ്ങണം. ഇതായിരുന്നു എനിക്ക് കിട്ടിയ. മുത്തശ്ശി പറഞ്ഞു തന്ന കഥകളും മുത്തശ്ശിയുടെ കൂടെ ജീവിതമായിരുന്നു +2 വരെ. അതിനുശേഷം പിന്നെ പെട്ടെന്ന് നോർത്തിലേക്ക് ഒരു പറിച്ചുനടലാണ്. എന്താണ് പഠിച്ചത്? നോർത്തിൽ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? ആക്ച്വലി ഞാൻ എൻ്റെ മുത്തശ്ശിയെ രണ്ടമ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം രണ്ടമ്മ എപ്പോഴും പറഞ്ഞു തന്ന കാര്യം എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ നോർത്തിൽ പോയി അവിടെ ചെന്ന് ഞാൻ എൻ്റെ ഡിപ്ലോമ ബാച്ചിലേഴ്സ് ഡിഗ്രീസ് കംപ്ലീറ്റ് ചെയ്തത് ബിലായ് ആൻഡ് റായ്പൂർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ ഈ പറഞ്ഞ പോലെ മലയാളം സംസാരിക്കുന്ന +2 വരെ നാട്ടിൽ ജീവിച്ചിട്ടുള്ള ഒരാൾ പെട്ടെന്ന് നോർത്തിൽ ചെല്ലുമ്പോൾ പുതിയൊരു ലോകമാണല്ലോ. അവിടെ ഹിന്ദി സംസാരിക്കുന്നവരും. അപ്പോൾ ആദ്യത്തെ എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ലാംഗ്വേജ് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ചുട്ടിയാണെന്ന് പറഞ്ഞു. ചുട്ടി ഹേ ടുമോറോ. അപ്പോൾ ചുട്ടിയാന്ന് പറഞ്ഞപ്പോൾ എനിക്കത് പിന്നെ അവധിയാണെന്ന് മനസ്സിലാക്കിയില്ല. ഞാൻ വിറ്റേഴ്സിൻ്റെ രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് അവധിയാണെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതങ്ങനെ പോവില്ല, ഇതിന് പഠിച്ചെടുത്തേ പറ്റൂ. പിന്നെ ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ ലാംഗ്വേജ് പഠിച്ചു, എല്ലാം ഓവർകം ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി റായ്പൂരിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു സമയത്തൊക്കെ അമ്മൂമ്മൻ്റെ അടുത്ത് നിന്ന് മാറി പിന്നെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി? നമുക്ക് ജീവിക്കാൻ ഒരുപാട് ഏണിങ്സ്, പൈസ വേണ്ട ഒരു കാലഘട്ടമാണ്. പഠനത്തിൻ്റെ ആവശ്യമുണ്ട്, താമസത്തിൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു സമയത്ത് ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി? ഞാൻ ആക്ച്വലി എൻ്റെ ഒരു 18 വയസ്സായപ്പോൾ ജോബ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത് 500 rupees ആയിരുന്നു. എന്തായിരുന്നു ജോലി? അതൊരു ടെക്നീഷ്യൻ ജോബായിരുന്നു.
അപ്പോൾ ആക്ച്വൽ ഞാൻ എൻ്റെ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ ജോലിക്ക് കയറാൻ കാരണം എനിക്ക് 500 റുപ്പീസെങ്കിലും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്കൊരു അത്രയും സർവൈവിങ് ആവുമല്ലോ. ലൈക്ക് ചെറിയ എമൗണ്ട് ആണ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ അന്ന് 500 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം 500, ഒരു മാസമാണ് 500 രൂപ. 500 കൊണ്ട് എന്തൊക്കെ ആവശ്യങ്ങൾ നടത്തണം? 500 രൂപ ആകുമല്ലോ, ബാക്കി ഓക്കെ. 500 രൂപയെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ. അപ്പം നമ്മൾ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ റെൻറ്റഡ് റൂമിലും ഒന്നും അല്ലല്ലോ. 250 റുപ്പീസിൻ്റെ റൂം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്. ഫുഡെല്ലാം നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നു. അപ്പം 500 റുപ്പീസാണ് ഞാൻ ആദ്യം ഏൺ ചെയ്യാൻ തുടങ്ങിയ എൻ്റെ 18ാമത്തെ വയസ്സിലാണ്. അവിടുന്ന് അടുത്തൊരു കരിയർ ഡെവലപ്മെൻറ്റ് BBA ചെയ്തു. ബാച്ചിലേഴ്സ് ചെയ്തു. ബാച്ചിലേഴ്സ് ചെയ്തപ്പോൾ ഞാൻ 4000 റുപ്പീസിൻ്റെ സാലറിയിൽ പുതിയ ജോലി കണ്ടെത്തി. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ കോളേജിൽ പോകുന്നു. കോളേജിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് എൻ്റെ ഓഫീസ് ടൈം. അപ്പോൾ ഞാനൊരു ട്രാവൽ ഏജൻസിയിലായിരുന്നു, അക്കൗണ്ടിങ് സെഷനിൽ ബില്ലിങ്ങിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഞാനൊരു 12:30 12:45 ആകുമ്പോൾ കോളേജിൽ നിന്ന് എത്തി എൻ്റെ ടിഫിൻ ബോക്സ് ഒക്കെ കളക്ട് ചെയ്ത് ഓഫീസിൽ പോയി വർക്ക് ചെയ്ത് 7:30 വരെ വർക്ക് ചെയ്ത് അപ്പോൾ ഒരു 3:30 ആകുമ്പോഴായിരിക്കും ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കുന്നത്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് വരുന്ന ബിൽസ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ലഞ്ചിന് പോകാനായിട്ട്. ബിക്കോസ് എനിക്ക് ആ ജോബ് കിട്ടിയത് വളരെ ഭാഗ്യമാണല്ലോ. അവർക്ക് രാവിലെ തൊട്ടിട്ട് അവിടെ സ്റ്റാഫിനെ കിട്ടും. 18 വയസ്സിൽ ഏണിങ്സ് തുടങ്ങി. ലൈഫിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വലിയ ശ്രമത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് സ്വന്തം ജീവിതത്തിലേക്കാണെങ്കിലും ചെറിയൊരു പ്രായത്തിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു റീസൺ എന്തായിരുന്നു? ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് തന്നെയാണ്. ആക്ച്വലി ഒരു 200 റുപ്പീസിൻ്റെ മണി ഓർഡറിൽ ഞാനും എൻ്റെ ഗ്രാൻഡ് മദറും കൂടി ജീവിച്ച ലോകത്ത് നിന്നാണല്ലോ ഞാൻ ഇതെല്ലാം ജീവിതത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ ഓരോ പൈസയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഫിനാൻഷ്യൽ പ്രോബ്ലംസ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്കത് ബെറ്റർ ആണല്ലോ. റെൻറ്റ് കൊടുക്കാം, ഫുഡ് കഴിക്കാം, പിന്നെ കുറച്ച് ഫീസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 4000 റുപ്പീസ് ആണെങ്കിലും കുറച്ച് ഫീസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെമസ്റ്റർ ഫീസ് അടയ്ക്കാം. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എനിക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഈ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇന്നത് കോമൺ ആണ്. ബിക്കോസ് ഇന്നിപ്പം സ്റ്റഡി അബ്രോഡ് എടുത്ത് പോകുന്ന ഓരോ കുട്ടികളും പാർട്ട് ടൈം ജോബ്. അതെ. പക്ഷെ അന്നത്തെ കാലത്ത് അത്ര പോപ്പുലർ അല്ല, ചെയ്യുന്നൊരു കുറവാണ്. രേണുവിന് വേണമെങ്കിൽ ആ ജോലി കണ്ടിന്യൂ ചെയ്ത് പോകാമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ജോലി നമ്മൾ സ്ട്രഗിൾസ് അത്രയുണ്ട്. ഇപ്പം നമ്മളോടൊക്കെ ആണെങ്കിൽ എല്ലാവരും പറഞ്ഞ കാര്യമുണ്ട്, നിനക്ക് പഠിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്ന ജോലി ചെയ്ത് അവരുടെ കാര്യം നോക്കി ജീവിക്കത്തില്ലെന്ന് ചോദിക്കും. അവിടെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി ഇറങ്ങിയത്? ജോലി കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയാൽ പോരായിരുന്നോ? ഞാൻ നേഴ്സ് ആവണം എന്ന് ആഗ്രഹിച്ച ആളാണ്. അപ്പോൾ ഒരു നഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പല റിലേറ്റീവ്സിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ ചോദിച്ചത് +2 കഴിഞ്ഞില്ല, ഇനി ട്യൂഷൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ പോയി STD ബൂത്തിലിരിക്കുക. എന്നൊക്കെ STD ബൂത്ത് ഫേമസ് ആണല്ലോ. അന്ന് എൻ്റെ ഗ്രാൻഡ് മദർ എന്നോട് പറഞ്ഞ കാര്യം, ഇവരുടെയൊക്കെ മുന്നിൽ നീ തല പൊക്കി തന്നെ ജീവിക്കണം. ഇവരുടെ മക്കൾ പഠിക്കുന്നതിനേക്കാൾ നന്നായിട്ട് നീ പഠിച്ച് നല്ല നിലയിലെത്തണം. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഈ പറഞ്ഞ പോലെയുള്ള എത്തണം എന്ന് പറയുന്ന കാര്യം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡാണല്ലോ എല്ലാം. ഇതിങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ഫീഡ് ചെയ്തു. അതിങ്ങനെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും ഒരു വലിയ പൊസിഷനിലെത്തണം, നല്ലപോലെ പഠിക്കണം, എല്ലാവരുടെയും മുന്നിൽ വളരെ തല ഉയർത്തി നിൽക്കണം. വളരെ പ്രൗഡ് എന്ന് വെച്ചാൽ രേണു എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ആണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്. ബിക്കോസ് നമ്മളോട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ 8 വയസ്സ് വരെ എന്താണോ അതാണ് ഇന്നത്തെ നമ്മളെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുവരെ ഫീഡ് ചെയ്തിരിക്കുന്ന 8 വയസ്സ് വരെ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കണം. അപ്പം ഈ എൻ്റെ റിലേറ്റീവ്സ് നീ ഇപ്പോൾ STD ബൂത്തിൽ പോയിരിക്കുക, അല്ലെങ്കിൽ പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കുക, അങ്ങനെയല്ല. അതല്ല എൻ്റെ ജീവിത ലക്ഷ്യം. അതായിരുന്നില്ല എൻ്റെ സ്വപ്നങ്ങളല്ലേ? അല്ല, ഒരിക്കലും അല്ല. സ്വപ്നം കാണുമായിരുന്നു, ഒത്തിരി സ്വപ്നം കാണുമായിരുന്നു. ഇങ്ങനെ ഞാനിങ്ങനെ വലിയ കാറിൽ വന്ന് നിൽക്കുന്നു, അപ്പോൾ എല്ലാ ആൾക്കാരും വാവ് എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഞാൻ ഈ ചെറിയ പ്രായത്തിൽ തന്നെ സ്വപ്നം കാണുമായിരുന്നു. അത് ആക്ച്വലി എന്നും ഡ്രീം ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഡ്രീം ഇങ്ങനെ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങളാണ് ഞാൻ ഡ്രീം ചെയ്യുന്നത്. ലൈക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നതായിട്ടോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പിറ്റേ ദിവസം രാവിലെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നാളെ ഒരേ യൂണിഫോം തന്നെ ഇട്ടുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. യൂണിഫോം തന്നെയായിരുന്നു എൻ്റെ വീട്ടിലത്തെ ഡ്രസ്സും. മറ്റുള്ള കുട്ടികളുടെ ബുക്സ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ +2 വരെ പഠിച്ചത്. അപ്പോൾ എനിക്കൊരു കല എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി എല്ലാ വർഷവും എനിക്ക് ബുക്സ് തരുമായിരുന്നു. ആ ചേച്ചിയുടെ ബുക്കും തരും, 1 കിലോ പേപ്പറും തരുമായിരുന്നു അത് പൊതിയാൻ വേണ്ടിയിട്ട്. സോ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അല്ല ചിന്ത. രാത്രി കിടക്കുമ്പോൾ നെഗറ്റീവ്സ് ഒന്നും ചിന്തിക്കുന്നില്ല. ഇല്ല. ഗുഡ്. അതിന് കുറേ റീസൺസ് ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ അതുപോലെ പോയിട്ടുള്ള ചില ആൾക്കാർ അവരെ പറ്റി ചിന്തിക്കുമായിരുന്നു. അവരത്രയും വലിയ പൊസിഷനിലെത്തി, അവരെങ്ങനെ എത്തി, അവർക്കത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ, ഇങ്ങനെയുള്ള കുറേ തോട്ട് പ്രോസസ്സായിരുന്നു എൻ്റെ മൈൻഡിൽ. ഇങ്ങനെ ഈവനിങ് ഒരു കിടക്കുന്ന ഒരു 7:30 നമ്മൾ 7 o'clock നാമം ജപിച്ചു,
ഫുഡ് കഴിച്ചു. പിന്നെ 7:30 തൊട്ടിട്ട് ഈ തോട്ട്സ് ആണ് കൂടുതലും, ലൈക്ക് പോസിറ്റീവ് തോട്ട്സ് ആണ് എപ്പോഴും. അതിൽ നിന്ന് പഠിത്തത്തിന് ഇത്രയും ഫോക്കസ് ചെയ്തേ? പഠിത്തത്തിൽ ഫോക്കസ് ചെയ്തു, പൊസിഷനിൽ ഫോക്കസ് ചെയ്തു, കരിയറിൽ ഫോക്കസ് ചെയ്തു, എത്തിക്കൽ സെയിൽസിൽ ഫോക്കസ് ചെയ്തു എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി എല്ലാം എനിക്ക് തോന്നുന്നു അതൊരു ഏജ് ഗ്യാപ്പിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നുണ്ടായതായിരിക്കും. എക്സാക്ട്ലി. പാർട്ട് ടൈം ജോലിയുള്ള 4000 രൂപ സാലറിയുള്ള ജോലിയും അതുപോലെ ഈ BBA കോഴ്സിൽ നിർത്തിയോ? BBA ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ഒരു നാഗ്പൂർ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നാഗ്പൂർ എക്സാമിൻ്റെ ടൈം കഴിഞ്ഞു പോയി, എൻ്റെ പൈസ ഇല്ല. ആ സമയത്ത് ഞാൻ നാഗ്പൂറും റായ്പൂരും തമ്മിൽ ഈ പറഞ്ഞ പോലെ കേരള ടു ബാംഗ്ലൂർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു നൈറ്റ് ഉണ്ട്, 1 നൈറ്റ്. അപ്പോൾ ഒരു 175 to 200 rupees ഒക്കെ കാണുമായിരിക്കും. അപ്പം നേരെ ഞാനൊരു സൈക്കിൾ റിക്ഷ എടുത്ത് നേരെ റായ്പൂർ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ഞാൻ കള്ളർ ട്രെയിൻ പിടിച്ച് നേരെ നാഗ്പൂർ ചെന്നു. അവിടുന്ന് ഞാൻ ഗുരുദ്വാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആർക്ക് ചെന്നാലും ഫുഡും അക്കോമഡേഷനും തരും, അതെനിക്ക് ഉറപ്പായിരുന്നു. നേരെ ഗുരുദ്വാര ചെന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അവരെന്നെ അക്കോമഡേറ്റ് ചെയ്തു, അവരെന്നെ എക്സാം സെൻറ്ററിൽ കൊണ്ടെത്തിച്ചു. തിരിച്ച് ഞാൻ ഗുരുദ്വാരയിൽ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡും അവരെനിക്ക് പാഴ്സലാക്കി തന്നെ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. നേരെ തിരിച്ച് അതേ നാഗ്പൂരിൽ നിന്ന് ട്രെയിനിൽ കയറി നേരെ കള്ളവണ്ടി കയറിയാണ് MBA എൻട്രൻസ് ചെയ്തത്. അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. ആ എൻട്രൻസ് കിട്ടിയില്ല, അത് വേറെ കാര്യം. പക്ഷേ ഐ ട്രൈഡ് ഇൻ. പക്ഷെ ആ ഒരു കറേജ്, ലൈക്ക് അങ്ങനെ പോകാനും അതൊക്കെ നമ്മൾക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ടൊന്നും ആരും നമ്മൾക്ക് പറഞ്ഞു തരാനില്ല. ചിലപ്പോൾ ഒരു കാര്യമുണ്ട് ഇവിടെ തന്നെ, ലൈക്ക് എന്നോടിപ്പം ഞാനിപ്പോൾ പാരൻസിനോട് വിളിച്ചു ചോദിക്കുവാണെങ്കിൽ അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ, ഒരിക്കലും പോകരുതെന്നല്ലേ പറയൂ. അതെ. ഒരു ഫ്രണ്ടിനോട് ചോദിച്ചാൽ എന്ത് പറയും? അയ്യോ അങ്ങനെ ചെയ്തതെന്ന് പറയും. പക്ഷേ ഇത് സ്വന്തം ഡിസിഷനായിരുന്നു. എത്ര മണ്ടത്തരാണെങ്കിലും പൊട്ടത്തരാണെങ്കിലും ചെയ്തേ പറ്റൂ. ചെയ്തപ്പോഴായിരിക്കുന്നല്ലോ നമുക്ക് അതിൽ നിന്നൊരു എക്സ്പീരിയൻസ് കിട്ടിയത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യം, നമ്മളൊരു കാര്യം ചെയ്ത് ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ ഫെയിലിയർ ആവും. പക്ഷെ അതിൽ നിന്നാണല്ലോ നമുക്ക് ഓരോരോ എക്സ്പീരിയൻസും അതെ തീർച്ചയായിട്ടും കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ വലിയ എക്സ്പീരിയൻസസ് ആണ് എൻ്റെ ലൈഫിൽ. അതൊക്കെ ആയിരിക്കാം ഇന്നത്തെ നമ്മുടെ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് വഴികാട്ടിയല്ലേ. അതെ, ഇങ്ങനെ ഈ എക്സ്പീരിയൻസ് ഒക്കെ വളരെ വലിയ. ഇപ്പം ആലോചിക്കുമ്പോൾ ശരിക്കും ഞാനും ചിന്തിക്കാറുണ്ട്, എനിക്കിപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കാൻ ഡു ഇറ്റ് റൈറ്റ്. അതെ. ആ സമയത്ത് എന്തോ അങ്ങനെ ചെയ്തേക്ക് എന്നാൽ അങ്ങനെ അങ്ങ് ചെയ്യാം. അങ്ങനെ MBA കഴിഞ്ഞിട്ട് പിന്നെ ഈ ജോലി കണ്ടിന്യൂ ചെയ്തത് പുതിയ ജോലിക്ക് കയറിയോ? ആക്ച്വലി ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒരു ഷെയർ മാർക്കറ്റിങ്ങിലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റിയില്ല. പക്ഷെ അതിനുശേഷം ഞാനൊരു സ്റ്റാർട്ടപ്പ് മൈഗ്രേഷൻ കമ്പനിയിൽ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. മൈഗ്രേഷൻ കമ്പനിയിൽ. സോ ഇപ്പോഴത്തെ തുടക്കം വന്നേ തുടങ്ങിയതാണ്. അപ്പോൾ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക് സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറയുമ്പോൾ A to Z നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ തന്നെയാണ് കൺസൾട്ടൻറ്റ്, നമ്മൾ തന്നെയാണ് മാനേജർ, നമ്മൾ തന്നെയാണ് കേസ് ഓഫീസർ, എല്ലാം നമ്മൾ തന്നെയാണ്. ചായ എടുത്ത് ക്ലൈൻറ്റ് ചായ എടുത്ത് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അത് നമ്മൾ തന്നെയാണ്. സാർ ഇരിക്കും സാർ, ഇപ്പോൾ വെള്ളം തരാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോയി. അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അന്ന് ഇന്ന കമ്പനി വളർന്നു വലുതായി, ഐ എം വെരി ഹാപ്പി. പക്ഷെ അന്ന് ആ കമ്പനി സ്റ്റാർട്ടപ്പ് ആയിരുന്നു. ഞാൻ അതിൻ്റെ ഭാഗമായി എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസസ് അവിടെ നിന്ന് കിട്ടി. ചായ എടുത്ത് കൊടുക്കുന്നു, അവിടെ നിന്ന് ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നു, ക്ലയൻറ്റിൻ്റെ പേയ്മെൻറ്റ്സ് കൊടുക്കുന്നു, ഡോക്യുമെൻറ്റേഷനും ചെയ്യുന്നു, വിസയും ക്ലയൻറ്റിന് ചെയ്തു കൊടുക്കുന്നു, എല്ലാം ഞാൻ തന്നെയായിരുന്നു. സോ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. PG കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മൈഗ്രേഷൻ പോലുള്ള വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇത്രയും റെസ്പോൺസിബിലിറ്റി ഒരു ജോലി ചെയ്യാൻ അപ്പോൾ കപ്പാസിറ്റി ഉണ്ടായിരുന്നു? ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് മൈഗ്രേഷൻ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് നഴ്സസിൻ്റെ ആപ്ലിക്കേഷൻ ആയിരുന്നു. 200ഓളം നഴ്സസിൻ്റെ പ്രോസസ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം സെറ്റിലാക്കാൻ പറ്റി എനിക്ക് കാനഡയ്ക്ക്. 200 പേര് ഈ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്താണ് ലൈക്ക് ഒരു നേഴ്സ് ഉണ്ടായിരുന്നു, മെഡന്ത ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ക്ലൈൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഫാദർ കേരളത്തിൽ നിന്നും വന്നു. അദ്ദേഹത്തിൻ്റെ ഫാദർ സാധാരണ ഒരു കൃഷിക്കാരൻ, മുണ്ടൊക്കെ കൊടുത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കടലാസിനകത്ത് പൊതിഞ്ഞ കുറേ ഫണ്ടുണ്ട്, നമ്മുടെ മൈഗ്രേഷന് വേണ്ട ഫണ്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതെൻ്റെ കയ്യിലോട്ട് തന്നിട്ട് പറഞ്ഞു, മാമിന് എൻ്റെ മോളുടെ പ്രായമുള്ളൂ, ഞാൻ മാമിനെ വിശ്വസിച്ചാണ് ഇത് ഇവിടെ ഏൽപ്പിക്കുന്നത്, നാട്ടിൽ മൊത്തം പറ്റിക്കുന്ന ആൾക്കാരാണ്, അതിനാണ് നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ വന്നു, മോള് പറഞ്ഞു മാമിൻ്റെ കൂടെ തന്നെ പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു വന്നതാന്ന് പറഞ്ഞു. സോ ആ സമയത്ത് ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇൻഡസ്ട്രിയിൽ ഉണ്ടാവേണ്ട എത്തിക്സ്, റെസ്പോൺസിബിലിറ്റി, ഡോക്യുമെൻറ്റേഷൻ ചെയ്യേണ്ട ആക്യുറൻസി എന്താണെന്ന് എനിക്ക് ആ മൊമെൻറ്റിൽ മനസ്സിലായി. സോ അവിടെ നിന്നാണ് ഞാൻ ആക്ച്വൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന കാര്യം ലേൺ ചെയ്യുന്നത്. ഒരു വ്യക്തി മൈഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്രയും വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്വപ്നങ്ങൾ വേറെ നാട്ടിലേക്ക് പറിച്ചു നടുകയാണ്. അത്രയും ഫണ്ട് അദ്ദേഹം കണ്ടെത്തണമെങ്കിൽ ആ ഒരു ലൈഫിൽ മുഴുവൻ അധ്വാനിച്ച കാശായിരിക്കും, വയർപ്പിൻ്റെ മണമുള്ള പൈസയായിരിക്കും. 100% ആയിരിക്കുമല്ലോ. അദ്ദേഹം വന്നതും അദ്ദേഹം അത് പറഞ്ഞല്ലോ എന്നോട്, ഞാനൊരു കൃഷിക്കാരനാണ്, ഞാൻ കഷ്ടപ്പെട്ടാണ് എൻ്റെ മോളെ നഴ്സിംഗ് പഠിപ്പിച്ചത്. ആ നഴ്സിംഗ് പഠിപ്പിച്ചത് ഓൾറെഡി ലോൺ എടുത്തായിരിക്കും. അത് കൂടാണ്ട് അദ്ദേഹം ഈ മൈഗ്രേഷന് വേണ്ടിയിട്ട് കണ്ടെത്തിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആടണിയല്ലേ.
അത് അദ്ദേഹം കയ്യിലോട്ട് തരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സിറ്റുവേഷൻ എനിക്ക് ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നുണ്ട്. ആ റൂം നമ്മൾ സ്റ്റാർട്ടപ്പ് കമ്പനിയല്ലേ, വലിയ ഇൻഫ്രയിലൊന്നും അല്ലല്ലോ വരുന്നത് വാങ്ങിക്കുന്നത്. ഒരു പേടി തോന്നിയോ? പേടിയെക്കാട്ടിലും ഞാൻ റെസ്പോൺസിബിലിറ്റി പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ ബാല്യകാലവും എൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞ കാര്യങ്ങളും എനിക്ക് അച്ഛനില്ലാതെ വളർന്നതും പെട്ടെന്ന് ആ കുട്ടിയുടെ അച്ഛൻ അവിടെ നിന്നപ്പോഴത്തേക്കും എനിക്ക് അദ്ദേഹം ഒരു എൻ്റെ ഫാദറായിട്ടും എനിക്ക് ഐ ഡോണ്ട് നോ വാട്ട് ഇമോഷൻസ് വന്നു. പക്ഷെ അത് വലിയൊരു എത്തിക്കൽ സെയിൽ ചെയ്യാനായിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ കണ്ടിന്യൂ ചെയ്തോ? യെസ്, 200ഓളം ക്ലയൻസിൻ്റെ നഴ്സസിൻ്റെ പ്രോസസ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. വളരെ നല്ല രീതിയിൽ ഞാൻ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് ചെയ്തു തീർത്തു. അത്രയും പേരെ എനിക്ക് പെർമനൻറ്റ് റെസിഡൻസി എടുത്ത് കൊടുക്കാൻ പറ്റി. അതിനുശേഷം എഗെയിൻ ഞാൻ ഇൻഡസ്ട്രിയിൽ തന്നെ കുറച്ച് വർഷങ്ങളൂടെ വർക്ക് ചെയ്തു. പക്ഷേ ഞാൻ അവിടെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ ഞാനെന്നല്ല ആര് ചെയ്താലും നമുക്കെപ്പോഴും നമ്മുടെ കമ്പനി പറയുന്നതേ നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ, എംപ്ലോയി ആണ്. അതെ. അപ്പോൾ എത്തിക്കൽ സെയിൽ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല. കമ്പനിയുടെ പോളിസീസിനെ ഫോളോ ചെയ്യാനേ പറ്റുന്നുള്ളൂ. അത്രേ പറ്റൂ. ഞാനൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണല്ലോ, അപ്പോൾ എനിക്കതിനകത്ത് വേറെ ഡിസിഷൻ ഒന്നുമില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ചെയ്തുകൂടാ. എൻ്റെ എത്തിക്സ് മുന്നോട്ടൊരു സ്ഥാപനം തുടങ്ങി. ഏത് വർഷവും? 2013. എവിടെ തുടങ്ങി? ബാംഗ്ലൂർ തുടങ്ങി. യെസ്. അടിപൊളി. എത്ര എംപ്ലോയീസ് ഉണ്ടായിരുന്നു അന്ന്? നമ്മൾ ഒന്നേന്നാണ് അഗെയിൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ 3 പേരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് 20-25+ അങ്ങനെ ആ രീതിയിൽ പോയൊരു ഓർഗനൈസേഷനായി. പക്ഷെ നല്ല രീതിയിലുള്ള ഒരു ലീഡിങ് ഓർഗനൈസേഷനായിട്ട് അത് മാറുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് പിന്നെയും ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം എന്നൊരു തോട്ട് പ്രോസസ്സ് വന്നു. അഗെയിൻ 3 പേരുടെ ഡിസിഷൻ, അത് പിന്നെയും ഒരു പ്രശ്നമായി. അപ്പോൾ അഗെയിൻ ഐ സ്റ്റാർട്ടഡ്. സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഒറ്റയ്ക്ക്, പാർട്ട്നേഴ്സ് ഒന്നും ഇല്ല, വേണ്ട, ഒറ്റയ്ക്ക് സ്വന്തം എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞ പോലെ എത്തിക്കൽ സെയിൽസ് വളരെ റെസ്പോൺസിബിളായിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് then I started Godspeed. കേരളത്തിൽ എവിടെയാണ് തുടങ്ങി? കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു 200 സ്ക്വയർ ഫീറ്റിൻ്റെ ഓഫീസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി എനിക്ക് ബാംഗ്ലൂർ വെച്ചിട്ട് സൗത്ത് ഇന്ത്യൻ ക്ലയൻസും ഉണ്ടായിരുന്നു, നോർത്ത് ഇന്ത്യൻ ക്ലയൻസും ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എല്ലാ ക്ലയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലയൻസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, അവരുമായിട്ട് സംസാരിക്കാനും. ഓരോരുത്തരും ഓരോ രീതിയിലാണ്, ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് വേറെയാണല്ലോ. ഇപ്പം മലയാളി ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെയല്ല പഞ്ചാബി ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അവർ വേറൊരു രീതിയിലാണ്. അതുപോലെയല്ല ഗുജറാത്തി ക്ലയൻസ്, മാം ഡിസ്കൗണ്ട് ദോ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിരിക്കും. ലൈക്ക് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൾട്ടിപ്പിൾ കാറ്റഗറി ആൾക്കാരെ കണക്ട് ചെയ്യാനായിട്ട്. സോ അപ്പോൾ എൻ്റെ ഒരു പൊട്ടൻഷ്യലും ഒരു വിഷനും അതെനിക്ക് കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് കൊണ്ടുവരണമെന്ന് തോന്നുകയും എന്തുകൊണ്ട് കേരളത്തിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തുകൂടാ. അതുപോലെ തന്നെ ആ സമയത്താണ് എൻ്റെ മാരേജിൻ്റെ കാര്യങ്ങളും. ഹസ്ബൻഡ് അനൂപ് കേരളത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും ബാംഗ്ലൂർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സിനാരിയോയിൽ ബാക്ക് ടു റൂട്ട്സ് കേരളത്തിലോട്ട് എത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ ഒരു 200 to 250 സ്ക്വയർ ഫീറ്റ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുകയും എഗെയിൻ ഞാൻ ഈ പറഞ്ഞ പോലെ കൺസൾട്ടൻറ്റും മാനേജറും കേസ് മാനേജറും കേസ് ഓഫീസറും അതുപോലെ തന്നെ ക്ലയൻസ് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുത്തുന്ന ആൾ എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ തന്നെ കഴുകി വെക്കുന്നു. യെസ്, ആ ബ്രാൻഡ് തന്നെയാണ് ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോഡ്സ്പീഡ് വിസ എന്നായിരുന്നു അന്നത്തെ കമ്പനിയുടെ പേര്. ഇന്ന് ഗോഡ്സ്പീഡ് ഇമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് എക്സ്പേർട്ട് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. അതുപോലെ തന്നെ ഗോഡ്സ്പീഡ് ലിംഗോ അക്കാഡമി, അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത്. രേണു വന്ന് ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. യെസ്. എത്ര നാളുകൊണ്ട് രേണു ഉദ്ദേശിച്ച ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ ഗോഡ്സ്പീഡിന് സാധിച്ചു? ഞാൻ ഹാപ്പിയാണ് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടുള്ള ഗോഡ്സ്പീഡിൻ്റെ ഗ്രോത്തിൽ. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ ഗോഡ്സ്പീഡ് അത്യാവശ്യം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ട്. നോർത്ത് ഇന്ത്യൻ ക്ലയൻസ്, ബാംഗ്ലൂർ. ആക്ച്വലി ഞാൻ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ബാംഗ്ലൂർ ക്ലയൻസ് അവിടെ നിന്ന് ഇവിടെ വന്ന് പേയ്മെൻറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവർക്കായിരുന്നു വിസ ഗ്രാൻഡ്സ്. അവരിവിടെ വരികയും ഞാൻ ബാംഗ്ലൂർക്ക് ട്രാവൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു എഗെയിൻ. അതിനുശേഷം എൻ്റെ മാരേജ് 2017 ഞാൻ കല്യാണം കഴിച്ചു. അതിനുശേഷം അനൂപ് പിക്ചറിൽ വന്നു, ഗോഡ്സ്പീഡിലോട്ട് എത്തി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് ഗോഡ്സ്പീഡ് അടുത്ത ലെവലിലോട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റി. അദ്ദേഹം ഗോഡ്സ്പീഡിൻ്റെ വൺ ഓഫ് ദി ഡയറക്ടറായി. അതിനുശേഷം ഇതിൻ്റെ ഗ്രോത്ത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ. ഇപ്പോഴാണ് എല്ലാവരും ഈ ഇമിഗ്രേഷൻ പുറത്തേക്ക് പോകുന്നതൊക്കെ ഇത്ര ട്രെൻഡ് ആവുന്നത്. അത് നമ്മൾ അത്രയും പഠിച്ചിട്ടാണ് ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്നത്. അവരുടെ സക്സസ് സ്റ്റോറീസ് പഠിക്കും, അവരുടെ ഫെയിലിയർ റേഷ്യോ പഠിക്കും, ഇതൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു 20s നിൽക്കുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് ഞാൻ നിങ്ങൾ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാമെന്ന് 10 വർഷം മുന്നേ പറഞ്ഞപ്പോൾ മലയാളികൾ അത് അക്സെപ്റ്റ് ചെയ്തു.
ആക്ച്വലി ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ഇഷ്യൂ അത് തന്നെയായിരുന്നു. ആക്ച്വലി ചെറിയ ഓർഗനൈസേഷൻ, റൈറ്റ്, ഇവിടെയുള്ള ഓർഗനൈസേഷൻ എല്ലാം വലിയ ബിഗ്ഗറാണ്. അതിൻ്റെയൊക്കെ മാനേജിംഗ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കേസ് ഓഫീസേഴ്സ് പോലും എന്നൊക്കെ പ്രായമുള്ളവരാണ്. ഞാൻ ആക്ച്വലി 28 ഏജിൽ നിന്നുകൊണ്ട് പറയുന്നത് മൈഗ്രേഷൻ ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ഏരിയ ആയിരുന്നു കേരളം. ഇവിടെ കൂടുതൽ സ്റ്റഡി അബ്രോഡാണ്, റൈറ്റ്. ആ സമയത്താണ് കാനഡ പെർമനൻറ്റ് റെസിഡൻസി, ഓസ്ട്രേലിയൻ പെർമനൻറ്റ് റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ശരിക്കും ഞാൻ ഒത്തിരി ഇഷ്യൂസ് ഫേസ് ചെയ്തു. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് മൗത്ത് പബ്ലിസിറ്റിയും എൻ്റെ എക്സിസ്റ്റിംഗ് ക്ലയൻസിൻ്റെ സപ്പോർട്ടും ലൈക്ക് റിവ്യൂസും ഒക്കെയാണ്. എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ക്ലയൻസ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഇവിടെ വന്ന് പ്രോസസ്സ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഇഷ്യൂസ്, ഇവിടെയാണ് ഓഫീസെങ്കിലും എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ആദ്യത്തെ 5 വർഷം ഗോഡ് സ്പീഡിൽ ഈവൻ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് പോലും ചെയ്തിട്ടില്ല. മൗത്ത് പബ്ലിസിറ്റി മാത്രമാണ്. അടിപൊളി. ഞാൻ ചോദിക്കട്ടെ, പണ്ടത്തെ കൃഷിക്കാരൻ്റെ മോളില്ലേ, ആളെ റെഫറൻസ് തന്നോ? ആളിനൊക്കെ ഒത്തിരി റെഫറൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിട്ട ഓരോ നഴ്സസും ഞാൻ എന്നും അവരോട് ലൈക്കിനോ കടപ്പെട്ട ആളാണ്. നഴ്സസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരൊരു കാര്യം അവർക്ക് 100% ഷുവർ ആണെങ്കിൽ അവർ റെഫർ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അവർ. പിന്നെ അവരുടെ സർക്കിൾ വലുതാണ്, ഭയങ്കര വലുതാണ്. എന്നിട്ട് ഗോഡ് സ്പീഡ് വളർന്നു. എങ്ങോട്ടേക്കാണ് വളർന്നേ? ഗോഡ് സ്പീഡ് പിന്നെ നമ്മൾ പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്തു. ലൈക്ക് ഫസ്റ്റ് നമ്മൾ എടപ്പള്ളിയിൽ തന്നെ പുതിയ ഓഫീസ് എടുത്ത് അതൊരു 4000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. 200 സ്ക്വയർ ഫീറ്റിൽ നിന്ന് 4000 സ്ക്വയർ ഫീറ്റിലേക്ക് വളർന്നു. അത് എത്ര വർഷത്തെ ഗ്യാപ്പിൽ? 2 to 3 years. 2 to 3 years നമ്മൾ അപ്പം തന്നെ നമ്മൾ ബാംഗ്ലൂർ ബ്രാഞ്ച് ഇട്ടു. അതിനുശേഷം നമ്മൾ കോട്ടയത്ത് ബ്രാഞ്ച് വന്നു. പിന്നെ ദേ ടു കാലിക്കറ്റ്, കണ്ണൂർ, അങ്ങനെ നമ്മൾ ഓരോരോ സ്ഥലങ്ങളിലോട്ട് വന്ന് 10ഓളം ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പം എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യം. അന്ന് ചായ ഉണ്ടാക്കിയത് മുതൽ ക്ലീനിങ് മുതൽ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന രേണു ഇന്ന് 10 വർഷങ്ങൾക്ക് ഇപ്പുറം നിൽക്കുമ്പോൾ എത്ര എംപ്ലോയീസ് ഉണ്ട്? ഇന്നിപ്പോൾ തന്നെ നമുക്ക് 200+ ഉണ്ട്, 10ഓളം ബ്രാഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ഓഫീസ്, കോർപ്പറേറ്റ് ഓഫീസ് ഗോഡ് സ്പീഡിൻ്റെ സ്വന്തം ബിൽഡിംഗ് ആണ്, സ്വന്തം പ്രോപ്പർട്ടിയിലാണ് ആ ബിൽഡിംഗ് വരുന്നത്. അവിടെ 150ഓളം വേക്കൻസികളാണുള്ളത്. ഞാനിപ്പോൾ എടപ്പള്ളി ഓഫീസിൽ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ കയറുമ്പോൾ മുതൽ കാണുന്ന എല്ലാ പെൺകുട്ടികളെയാണ്, എവിടെ നോക്കിയാലും പെൺകുട്ടികളാണ്. എന്താ അങ്ങനെ ഒരു കോൺസെപ്റ്റ്? ആക്ച്വലി ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഞാനൊരു പെണ്ണായതുകൊണ്ട് തന്നെ പലരും എന്നെ ലൈക്കിനോ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അത് ഓക്കെ. പക്ഷേ അവരുടെ വീട്ടിൽ പോലും ഇനി ഇങ്ങോട്ടിനി കയറിയാൽ പിന്നെ ഒരു ബാധ്യതയാവും. അതെ, പെൺപിള്ളേർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതെ അതെ അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്നോട് പലരും ലൈക്ക് എൻ്റെ റിലേറ്റീവ്സ് സംസാരിക്കാറ് പോലും ഇല്ലായിരുന്നു. ഇത് സംസാരിച്ചിനി ഒന്നും മിണ്ടിക്കഴിഞ്ഞാൽ ഞാനൊരു ബാധ്യതയാകുമോ? അപ്പോൾ അങ്ങനെ എല്ലാവരും ആസ് എൻ വിമൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബാധ്യതയായിട്ടാണ് അന്നത്തെ കാലത്ത് കരുതിക്കൊണ്ടിരുന്നത്. ഇന്ന് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് പിള്ളേർ കുറച്ചുകൂടെ നമ്മുടെ പ്രായത്തിലുള്ള പോലെ അല്ല, പിള്ളേർ കുറച്ചുകൂടെ ഏബിളാണ്. അതെ അതെ അതെ. പക്ഷെ നമ്മുടെ കാലത്ത് അങ്ങനെ അല്ലല്ലോ. നമ്മുടെ കാലത്ത് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ എപ്പോഴും പെൺകുട്ടികൾ ഒരു ബാധ്യതയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 80s ആൾക്കാർക്ക്. സോ ആ ഒരു സമയത്ത് ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എപ്പോഴും എന്നിൽ എപ്പോഴും എല്ലാവർക്കും ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാനൊരു ബാധ്യതയാകും. അതിൽ എൻ്റെ ഗ്രാൻഡ് മദർ എന്നും പറയുന്ന കാര്യമാണ്, 1 രൂപയെ സമ്പാദിച്ചുള്ളെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുക. എന്തിനാണ് ഇവരുടെ മുന്നിൽ പോയിട്ട് കെഞ്ചാൻ നിൽക്കുന്നത്? ആരുടെ മുമ്പിലും കൈ നീട്ടാൻ അതിൻ്റെ ആവശ്യം ഉണ്ടാവരുത്. സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തമായിട്ട് ഏൺ ചെയ്യുക. ഇന്നും ഞാൻ ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാണ്. എൻ്റെ കാര്യത്തിൽ എനിക്ക് എൻ്റെ സ്വന്തം ഏണിങ്സ്, അതെനിക്ക് ഓരോ പെൺകുട്ടികളോടും എൻ്റെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കുക. മതി 5,000 rupees മതി, 10,000 മതി, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ നിങ്ങളുടെ ഏണിങ്സ് ആയിരിക്കണം. അത് നിങ്ങളുടെ അച്ഛൻ തരുന്നതോ ഹസ്ബൻഡ് തരുന്നതോ ബ്രദർ തരുന്നതോ ആയിരിക്കരുത്. മകൻ തരുന്നതോ നിങ്ങളുടെ സ്വന്തം. 1,000 rupees ആണെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂവിന് വരുന്ന ഒരു പെൺകുട്ടീനെ കാണുന്ന രേണുവായിട്ടാണോ? അതെ, ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആയിരിക്കണമല്ലോ അല്ലേ? അങ്ങനെ ആയിരിക്കണം തീർച്ചയായിട്ടും. അവർക്കൊരു നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരും സപ്പോർട്ട് ചെയ്യും. അതെ അതെ അതെ. 90% പെൺകുട്ടികളായിട്ട് ഒരു ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എത്ര പേരുടെ വിസ പ്രോസസ്സ് ചെയ്ത് എത്ര ഹാപ്പി ഫേസസ് ഉണ്ടാക്കിയിട്ടുണ്ട്? എൻ്റെ കരിയറിൽ ഞാൻ 1.5 lakhs അബവ് സക്സസ് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. 1.5 lakhs. അതെ, മൈഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അതെ, മൈഗ്രേഷൻ, സ്റ്റഡി അബ്രോഡ്, അതർ വിസ കാറ്റഗറീസ്. അതുപോലെ തന്നെ 10 ലക്ഷത്തോളം ക്ലയൻസിനെ ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവാം അടിപൊളി കരിയറില്ല. ബിക്കോസ് അത്രത്തോളം ആൾക്കാരെ ഞാൻ ഈ പറഞ്ഞ പോലെ കൗൺസിലിങ്ങും കൺസൾട്ടേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റ്. നമുക്കിത് എങ്ങനെ സാധിക്കുന്നത്? കാരണം 10 വർഷം ഡെഫിനറ്റ്ലി 10 വർഷത്തിന് മുകളിൽ 16 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് രേണുവിന്. അതെ, 10 വർഷമായി ഗോഡ് സ്പീഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫെയിലിയർ സ്റ്റോറീസ് ഭയങ്കര കുറവുള്ളൊരു സ്ഥാപനമാണ്. എങ്ങനെ നമുക്ക് ആ ഒരു പ്രോസസ്സിലൂടെ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഗോഡ് സ്പീഡ്. അത് ഞാൻ ആസ് എ മാനേജിംഗ് ഡയറക്ടർ വർക്ക് ചെയ്യുന്നു. എനിക്കൊരു ഗ്രൂപ്പ് ഓഫ് സീനിയേഴ്സ് ഉണ്ട്.
നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റത്തിലൂടെയാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലയൻസിൻ്റെ പ്രോസസ്സിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ് 5310 പ്രോസസ്. 5310 പ്രോസസ്. Okay, what is that? 5 മീൻസ് 5 ലെവൽ വെരിഫിക്കേഷൻ. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 5 ലെവൽ വെരിഫൈ ചെയ്യാതെ ഫയൽ ചെയ്യില്ല. ഓക്കെ. അപ്പോൾ പിന്നെ എറർ ഉണ്ടാവില്ലല്ലോ. ആരെങ്കിലും ഒരു ഹ്യൂമൻ അല്ലേ തെറ്റ് പറ്റുള്ളൂ. മൾട്ടിപ്പിൾ ഹ്യൂമൻസ് വർക്ക് ചെയ്യുമ്പോൾ അത് ഒരു സിസ്റ്റത്തിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഹ്യൂമൻസ് അതിനൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ 5 ലെവൽ. അപ്പോൾ 5 ലെവൽ വെരിഫിക്കേഷന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുള്ളൂ. അപ്പം നമുക്ക് അറിയാൻ പറ്റും ഈ ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല. അത് ആദ്യമേ നോക്കിയിട്ടാണ് ആപ്ലിക്കേഷൻ എടുക്കുന്നത്. ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അറിയാം. എടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എന്ത് റിസ്ക്, എങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിലും 5 ലെവൽ വെരിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ റിജക്ഷൻ ചാൻസസ് അറിയാം വളരെ കുറവായിരിക്കുമല്ലോ. ഓക്കെ. 3 കേസ് ഓഫീസേഴ്സെങ്കിൽ ഒരു കേസ് ഹാൻഡിൽ ചെയ്യാനുണ്ടാവണം. അതെനിക്ക് നിർബന്ധമാണ്. അതിന് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരാൾ പേഴ്സണൽ എമർജൻസി മൂലം വരുന്നില്ല, നമുക്കറിയാലോ. ഞാൻ അങ്ങനെ തെറ്റായിട്ട് പറയുകയല്ല. ചിലപ്പോൾ എംപ്ലോയീസ് രാവിലെ വരാതിരിക്കാം, ചിലപ്പോൾ ഒരു കോൾ പോലും നമ്മളുടെ ചിലപ്പോൾ എടുക്കാൻ നിർബന്ധമൊന്നുമില്ല. അത്രയും കമ്മിറ്റ്മെന്റ് അവർക്കുള്ളൂ. നല്ല കമ്മിറ്റ്മെന്റ് ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ടാവാം. അപ്പം അത് എൻ്റെ ക്ലയൻസിനെ ബാധിക്കാൻ പാടില്ല, എൻ്റെ സ്റ്റുഡൻസിനെ ബാധിക്കാൻ പാടില്ല. അവരതിനല്ലല്ലോ എന്നെ അല്ലെ ഗോഡ് സ്പീഡിനെ ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ ഗോഡ് സ്പീഡിന് വേണ്ടിയിട്ടാണ് 3 എന്ന് പറയുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരാളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കേസ് മുന്നോട്ട് പോകണം. ഓക്കെ. അതിനിപ്പോൾ മാനേജിംഗ് ഡയറക്ടറായ എൻ്റെ ആബ്സെൻസ് ആണെങ്കിലും ആ സിസ്റ്റം അവിടെ പോകണം. ആ ക്ലയൻറ്റിന് ആ സമയത്ത് അവിടെ കറക്റ്റായിട്ട് കറക്റ്റ് ആയിരിക്കണം. ഡെലിവറബിൾസ് കിട്ടണം. 53 കഴിഞ്ഞു. എന്താ അടുത്തത്? ഇപ്പം 3 കോൺടാക്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാവരോടും വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് അല്ലേ ഇഷ്ടം. എനിക്ക് എന്നോട് സംസാരിക്കാൻ ആണ് ഡീൽ ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അതല്ലേ എപ്പോഴും ഇഷ്ടം. അവരുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും. കംഫർട്ട് സോൺ. പിന്നെ എപ്പോഴും ആൾക്കാർ മാറി മാറി താങ്കളുടെ ഓർഗനൈസേഷനിൽ എന്നെ കണക്ട് ചെയ്താൽ എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. സോ അതുപോലെ ഗോഡ് സ്പീഡിലും ഒരാളായിരിക്കണം എപ്പോഴും ക്ലയൻസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വറീസ് ഇല്ലല്ലോ. ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. 5310 അതിനകത്ത് സിസ്റ്റവും ഉണ്ട്. ഈ 5310 പ്രോസസ്സിൻ്റെ ഒപ്പം തന്നെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള സിസ്റ്റവും അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ട്. ആ സിസ്റ്റത്തിലൂടെ അല്ലാണ്ട് ആർക്കും കയറി ഇറങ്ങാൻ പറ്റില്ല. ഓക്കെ. ഒരു എംപ്ലോയീസിനും ആ സിസ്റ്റത്തിനകത്തൂടെ കയറി ഈ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പുറത്തുള്ള സിസ്റ്റം പറ്റില്ല. ബിക്കോസ് ഓരോത്തിനും സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അടിപൊളി. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഒരുപാട് സ്റ്റഡി അബ്രോഡ് സ്ഥാപനങ്ങളായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. നോർമലി ഒരുപാട് കമ്പനികളായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലൊരു നമ്പർ വെച്ചിട്ട് 5310 എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ആരുടെ കോൺസെപ്റ്റാണ് നമ്മളൊരു ഐഡിയ. 5310 ഡെവലപ്പ് ചെയ്തത് ഒരു 16 years ഓഫ് എക്സ്പീരിയൻസിൽ നിന്നാണ്. ആ 5310 പ്രോസസ്സിലൂടെ പോകുമ്പോൾ നമുക്ക് ഹ്യൂജ് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഡെഫിനറ്റ്ലി സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ആദ്യമേ തന്നെ അറിയുവാണല്ലോ എല്ലാ കാര്യങ്ങളും. അതെ. അപ്പോൾ അത് ആക്ച്വലി ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശമാണല്ലോ അത്. പ്രൈസ് നല്ല സർവീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ അവകാശമാണ്. അതിന് നമ്മൾ മാക്സിമം വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 5310 പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് അടിപൊളി. കാരണം ഒരു ക്ലയൻറ്റ് ഒരു വ്യക്തി ചിലപ്പോഴും മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ അവരുടെ ആ ഒരു, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എൻ്റെ ലൈഫിൻ്റെ സമ്പാദ്യം കൂട്ടിവെച്ചിട്ടായിരിക്കും നിങ്ങളെപ്പോലുള്ള ആളുകളുടെ അടുത്ത് വരുന്നത്. സോ നിങ്ങൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി തിരിച്ചു കാണിക്കുക എന്ന് പറയുന്നത് കൈയ്യടി തരേണ്ട കാര്യം തന്നെയാണ്. രേണു പറയുന്ന വേറൊരു ടേമുണ്ട്. നമ്മുടെ 90% പെൺകുട്ടികളും ആണ് ഓഫീസിലുള്ളത്. നമ്മുടെ ഓഫീസിലുള്ളവർ തന്നെയല്ല, എല്ലാ പെൺകുട്ടികളും പാലിക്കേണ്ട ഒരു പുതിയൊരു റൂള് രേണു ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടതിന് ശേഷം. എന്തായിരുന്നു ആ ഒരു കോൺസെപ്റ്റ്? ക്ലയൻസിന് വേണ്ടിയിട്ട് എത്തിക്കൽ സെയിൽ അല്ലെ 5310 ഡെവലപ്പ് ചെയ്തതുപോലെ തന്നെയാണ് വിമൻ എംപ്ലോയീസിന് വേണ്ടിയിട്ട് പൊസിഷൻ മണി പവർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. പൊസിഷൻ മണി പവർ. ഓക്കെ. നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്, ഒരു കമ്പനി പോയി വർക്ക് ചെയ്യുക, അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലോ നമ്മൾ കൂടുതലും ഫോളോ ചെയ്യുന്നത്. ഒരു പൊസിഷനിലോട്ട് മാറണം എന്ന് ചിന്തിക്കുന്നില്ല. കരിയർ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല. ഒരു പൊസിഷനിലോട്ട് പോയാലല്ലേ, ഇപ്പം കൺസൾട്ടന്റിന് കിട്ടുന്ന സാലറി ആണോ ടീം ലീഡറിന് കിട്ടുന്നത്? അല്ല. ആ സാലറി ആണോ അസിസ്റ്റന്റ് മാനേജർ ഡ്രോ ചെയ്യുന്നത്? ആ സാലറി ആണോ GMന് കിട്ടുന്നത്? അപ്പോൾ ഒരു പൊസിഷനിൽ നിന്ന് ഒരു പൊസിഷൻ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ ആ കമ്പനി വർക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താണ് നിങ്ങളുടെ കരിയറിന് ഗുണം? ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കണം. ഇവിടെ അതിന് വേണ്ടിയിട്ടാണ് പൊസിഷൻ മണി. ഒരു പൊസിഷനിലെത്തിയാൽ നിങ്ങൾ ഇത്ര വർഷത്തിനകം അല്ലെങ്കിൽ ഇത്ര മാസത്തിനകം, ഫസ്റ്റ് നമ്മളൊരു ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, അത് C ലെവൽ എംപ്ലോയി ആണെങ്കിൽ B ലെവലിൽ കയറണം, A ലെവലിൽ കയറണം, എന്നിട്ട് ടീം ലീഡ് പൊസിഷന് പോകണം. അതിനുശേഷം സെയിൽസ് മാനേജർ, അസിസ്റ്റൻറ്റ് കേസ് മാനേജർ എന്ന പൊസിഷനിൽ പോയി അവിടുന്ന് നിങ്ങൾ അടുത്ത പൊസിഷൻസിലോട്ട് മാറി. ഞാൻ പറയുന്നത് ആസ് എ മാനേജിംഗ് ഡയറക്ടർ ഞാനിപ്പോൾ ഓർഗനൈസേഷനിലുണ്ട്, എന്തുകൊണ്ടൊരു CMO നമ്മുടെ എംപ്ലോയി ആയിക്കൂടാ, അതും ഒരു വിമൻ എംപ്ലോയി ആയിക്കൂടാ?
അതെൻ്റെ നല്ലതും. എനിക്ക് രേണുവിൻ്റെ ഇത്തരത്തിലുള്ള വിഷനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ടല്ലോ. ആരും ചിന്തിക്കാത്ത കുറേ കാര്യങ്ങൾ രേണു ചിന്തിക്കുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അരൂപ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? അത് ഭയങ്കര കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വന്നതിന് ശേഷം ഗോഡ് സ്പീഡിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതിന് മുന്നേ ഉണ്ടായിരുന്ന ഗോഡ് സ്പീഡും അതിന് ശേഷമുള്ള ഗോഡ് സ്പീഡും നമുക്ക് രണ്ടായിട്ട് തന്നെ മാറ്റി പറയാൻ പറ്റും. അതിനകത്ത് ഇപ്പം നമ്മൾ ഈ വിമൻ എംപ്ലോയീസിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ പൊസിഷൻ മണി പവർ വളരെ സ്ട്രിക്റ്റ് ആണ് ഗോഡ് സ്പീഡിൽ. ഗോഡ് സ്പീഡിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനോട് ചോദിച്ചാൽ അറിയാം, ഓരോരുത്തരും പൊസിഷൻ മണി പവർ എൻജോയ് ചെയ്യുന്നവരാണ്. ഞാൻ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അവരും വെക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഒറ്റയ്ക്ക് കുറച്ച് ദൂരം നടക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാം. പക്ഷെ കുറച്ചേറെ ദൂരം സഞ്ചരിക്കണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് പോയാൽ അവരുടെ സജഷൻസും ഐഡിയാസും എൻ്റെ സജഷൻസും ഐഡിയാസും ഒക്കെ എടുത്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കാണുന്ന ഓരോ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, പൊസിഷൻ മണി പവറിനെ പറ്റി എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം. അത് ഫോക്കസ് ചെയ്ത് ഫോളോ ചെയ്യണം. അതിൻ്റെ കൂടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി ഡെവലപ്പ് ചെയ്ത്. ഈ പൊസിഷൻ മണി പവറിലോട്ട് എങ്ങനെ എത്തും? ഡെവലപ്പ് ചെയ്തു, പക്ഷേ എത്തണ്ടേ? അതിനാണ് HRCM ഡെവലപ്പ് ചെയ്തത്. ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, ഇത് 4 ഒരു വരയിൽ തന്നെ നിൽക്കണം. ഹെൽത്തിനകത്ത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും അല്ല, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാവരുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർമെൻ്റ് ആകണം. മണി ക്രിയേറ്റ് ചെയ്യണം. കരിയർ ക്രിയേറ്റ് ചെയ്യണം. HRC കരിയർ ക്രിയേറ്റ് ചെയ്യണം. കരിയർ എന്ന് പറയുന്നതാണ് പൊസിഷൻ മണി പവർ. മണി ക്രിയേറ്റ് ചെയ്യണം. സ്വന്തമായിട്ട് സേവിങ്സ് ഉണ്ടാവണം. നിങ്ങളുടെ സാലറിയിൽ നിന്നും 25% നിങ്ങളുടെ പേരിൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ, ജോയിൻ്റ് അക്കൗണ്ട് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ അത് എത്ര രൂപയാണെങ്കിലും സേവ് ചെയ്യണം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു കോൺസെപ്റ്റ് ഇത്രയും സിസ്റ്റമാറ്റിക് ഒന്നും പറയാൻ അറിയുമെങ്കിലും ആദ്യം മുമ്പിൽ പോയി കൈ നീട്ടാനിട്ട്. അതെ. അതായത് ചിലപ്പോൾ അവർക്ക് 30,000 രൂപ മുതൽ സാലറി ഉള്ളവരായിരിക്കും, പക്ഷേ ATM കാർഡ് ഹസ്ബൻഡിന്റെ കയ്യിലാണ്, അച്ഛൻ്റെ കയ്യിലാണ്. അവർക്കൊരു ഡ്രസ്സ് മേടിക്കണമെങ്കിൽ അച്ഛനോട് പോയി ചോദിക്കണം. ആ ഒരു കോൺസെപ്റ്റൊക്കെ മാറേണ്ട ഒരു സമയമായി. കുട്ടികൾ എന്താണെങ്കിലും ഈ ഒരു കോൺസെപ്റ്റ് കേൾക്കാനും അത് പഠിക്കാനും മനസ്സിലാക്കാനും അത് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനും രേണുവിൻ്റെ ഓഫീസിലെ സ്റ്റാഫിന് സാധിക്കുന്ന പോലെ തന്നെ ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാർക്ക് സാധിക്കണം. ഞാനത് വിഷ് ചെയ്യുന്നു. അതെ, എൻ്റെ ഓഫീസിലുള്ള വിമൻ എംപ്ലോയീസ് എല്ലാം ഇത് അവെയറാണ്. അവരെല്ലാം ഇപ്പോൾ ഇതിനെപ്പറ്റി വളരെ ഞാൻ 1-on-1 സെഷൻ എടുക്കാറുണ്ട്. ഇപ്പം ഓരോ ബ്രാഞ്ചസിലുള്ള വിമൻ എംപ്ലോയീസുമായിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് പോയി 1-on-1 എടുക്കാറുണ്ട്. അപ്പോൾ അതിലെല്ലാം അവർ ഈ പറയുന്ന കാര്യങ്ങൾ, ഗോഡ് സ്പീഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അവരുടെ ആ സെക്യൂരിറ്റി അവർ സംസാരിക്കാറുണ്ട്. പിന്നെ ഫിനാൻഷ്യലി അവർ ഡെവലപ്പ് ആകാം. ഞാൻ ചോദിക്കാറുണ്ട്, ഇപ്പോൾ എത്രയായി സേവിങ്സ്? നിങ്ങൾ 25% സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലർ 15% സേവ് ചെയ്യാൻ തുടങ്ങി. ചിലർ KSF ചുറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, KSF ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക, ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് അവർ ചെയ്യാറുമുണ്ട്. നല്ല മാറ്റമുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും നേരം ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച്, ഒരുപാട് പെയിൻസിലൂടെ കടന്നു വന്ന്, എന്നാൽ പെയിൻസിനൊക്കെ പ്ലഷർ ആക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് രേണുവിൻ്റെ ലൈഫിൽ ഉണ്ടാവില്ലേ ഒരു മൊമെൻറ്റ്? അങ്ങനെ രേണുവിൻ്റെ ഒരു ഫേവറേറ്റ് മൊമെൻ്റ് ആയിട്ട് ചോദിച്ചാൽ എന്ത് പറയും? ആക്ച്വലി ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ അവർ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. റാന്നിയിൽ എടമുറി എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് ഞാൻ എൻ്റെ +1 അവിടെ ഗസ്റ്റായിട്ട് ഗവൺമെൻറ് സ്കൂൾ. അപ്പോൾ ഞാൻ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ ചേത്തക്കൽ എന്ന് പറയുന്ന റൂട്ടിലൂടെയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ചേത്തക്കൽ എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ്. അതിൻ്റെ താഴെയുള്ള ഒരു ചെറിയ ഗ്രാമമാണ് മക്കപ്പുഴ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഉള്ളവർക്കറിയാം, കുറേ ഇത് നടന്ന് എത്തിയാലാണ് മക്കപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുകയുള്ളൂ. അപ്പോൾ അത് ഒരു മലയാണ് ഈ ചേത്തക്കൽ. അപ്പം അതിൻ്റെ താഴെയുള്ള ഈ മക്കപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനും എൻ്റെ ഗ്രാൻഡ് മദറും കൂടി സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നുകൊണ്ടിരുന്നത് ചെറുപ്പത്തിൽ. അപ്പോൾ എനിക്ക് ഞാൻ ചെരുപ്പൊന്നും വിടാണ്ട് ഇങ്ങനെ നടന്ന് വളരെ കല്ലുള്ള റോട്ടിൽ കൂടി നടന്ന് വന്ന് ഈ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അപ്പം പറയുമായിരുന്നു, അടുത്ത പ്രാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാൻ വരുമ്പോൾ പറ്റ് തീർക്കണം, അല്ലെങ്കിൽ ഇനി തരാൻ പറ്റില്ല കേട്ടോ. അതിനൊരു ബാല്യം വരുന്ന ഉണ്ടായിരുന്നത് ഇച്ചയെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് മദറിനോട്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ നടന്നു വരുമ്പോഴത്തേക്കും എനിക്കൊരു പുട്ടും ഒരു പഴവും വാങ്ങിച്ചു തരും. അമ്മ ഒരു ചായയും കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ അതുവഴി ഇങ്ങനെ നടന്ന് ഇങ്ങനെ കയറ്റം കയറി പോകണമല്ലോ, ഇങ്ങനെ കയറ്റം കയറി അതുവഴി ഇങ്ങനെ നടന്ന് പോയ അതേ സ്ഥലത്ത് കൂടി ഞാൻ ആക്ച്വലി ഈ പറഞ്ഞ സ്കൂളിൽ ഗസ്റ്റായിട്ട് വളരെ പ്രൗഡായിട്ട് എൻ്റെ കാറിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് പോയപ്പോൾ എനിക്ക് ആ യാത്രയിൽ എനിക്കത് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ തെളിഞ്ഞു ഒരു കുട്ടിയുടെ കൈ പിടിച്ചിട്ട്. പക്ഷേ എനിക്കത് വേറൊരു വിഷ്വലായിട്ടാണ് ഫീൽ ചെയ്തത്. സെൽഫ് വിഷ്വലായിട്ട് വേറൊരു അമ്മൂമ്മയും ഒരു കുഞ്ഞു കുട്ടിയും കാലിൽ ചെരുപ്പൊന്നുമില്ലാണ്ട് നടന്നു വരുന്ന ഒരു കുട്ടിയും കൂടി ഇങ്ങനെ. അപ്പോൾ എന്നെ വീട്ടിൽ വിളിക്കുന്നത് ജയ എന്നാണ്, ജയ. അപ്പം ഞാനത് ജയായിട്ട് വിഷ്വൽ ചെയ്തു. ഞാൻ ഈ NLP പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്.
അപ്പോൾ NLP പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് 2 വിഷ്വൽസ് ഉണ്ട് എപ്പോഴും. നമ്മളെല്ലാം നമ്മുടെ ആണെങ്കിലും നമ്മൾ അതർ വിഷ്വലായിട്ട് കാണും. അതിലങ്ങനെയാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ എൻ്റെ വിഷ്വൽ. അപ്പോൾ ഞാനിങ്ങനെ മുകളിലോട്ട് കയറിപ്പോകുമ്പോൾ അവിടുന്ന് ഇങ്ങനെ നടന്നു വരുന്നതായിട്ടും ഒക്കെ ഞാനിങ്ങനെ അത് പറയും ഞാൻ ഇമോഷണലി അതെ അത് വളരെയധികം അതുവഴി പോയി സ്കൂളിൽ ചെന്നു തിരിച്ച് ഞാൻ അതുവഴി വലിയൊരു പ്രൗഡ് മൊമെന്റ് വേറെ ഇല്ലല്ലോ. അതെ ഇതെല്ലാം രണ്ടമ്മ മുകളിൽ നിന്ന് കാണുന്നുണ്ടാവും. അതെ ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി. ആക്ച്വലി അതുകൂടാണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഇപ്പം നമുക്കൊരു ബിസിനസ് കൂടുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്, റൈറ്റ്. കഴിഞ്ഞ മാസത്തെക്കാട്ടിലും ഈ മാസം കൂടുതൽ ബിസിനസ് ചെയ്തു എന്ന് പറയുമ്പം സന്തോഷം ഉണ്ടാവും. പക്ഷേ എനിക്കൊരു വിസ ഗ്രാൻഡായി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അതെൻ്റെ ഓർഗനൈസേഷനിലുള്ള ഓരോരുത്തർക്കും അറിയാം. ഒരു വിസ എന്ന് പറഞ്ഞ് ഗ്രാൻഡായി, അത് ഏത് കാറ്റഗറി വിസയാണെങ്കിലും അപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ജമ്പ് ചെയ്യാൻ തുടങ്ങും. വാവ്, നെക്സ്റ്റ് ഗ്രാൻഡ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ 1.5 lakhs ക്ലയൻസിൻ്റെ ഹാപ്പി ഫേസസ്, അവരുടെ വാട്സപ്പ് മെസ്സേജസ്, അവരവിടെ സെറ്റിലായി എന്ന് പറയുന്നു, അവർക്ക് ഗവൺമെൻറ് ജോബ് കിട്ടിയെന്ന് പറയുന്നു, അവർ വലിയ പൊസിഷനിലെത്തി, അവിടെ ചെന്നിട്ട് അവർ BMW വാങ്ങിച്ചു, വലിയ വീട് വെച്ചു, അതൊക്കെ ഫോട്ടോസൊക്കെ അയക്കുമ്പോൾ, സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോഴൊക്കെ കിട്ടുന്ന ഹാപ്പിനെസ്, അതും എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥനയിൽ നമ്മളെ ഓർക്കുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി വളരെ 18ാമത്തെ വയസ്സിൽ ആദ്യം 500 രൂപ സാലറിയിൽ തുടങ്ങിയൊരു ജീവിതമാണ്. പിന്നീട് 4000 രൂപയായി, പിന്നീട് അത് ലക്ഷങ്ങൾ സാലറിയിൽ ജോലി കിട്ടുമ്പോഴാണ് അവിടുന്ന് ഇറങ്ങി വന്ന് പുതിയൊരു സംരംഭം തുടങ്ങുന്നത്. പിന്നെ കേരളത്തിൽ വലിയൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ ഇമിഗ്രേഷൻ ലേഡി ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരേ ഒരു വുമനാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ബിസിനസ് ചെയ്യുന്നത്. ഇത്രയും പൊസിഷനിൽ എത്തി നിൽക്കാൻ 16 വർഷത്തെ ഒരു ഗ്യാപ്പ്. ഈ ഒരു ടൈമിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏഴിന് എന്ത് തോന്നുന്നു? ആക്ച്വലി ഇപ്പോൾ ഞാൻ 39 റണ്ണിങ് 40 ടേൺ ചെയ്യുക. ഈ ഒരു ഏജിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ പുറകോട്ട് തിരിച്ചു നോക്കുമ്പോൾ ഞാൻ വളരെ സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ്. അതിനൊന്നാമത്തെ കാരണം ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വിസ സക്സസ് എനിക്ക് ഭയങ്കര പ്രൗഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വിമൻ എംപ്ലോയീസിനെ എനിക്ക് എംപവർ ചെയ്യാൻ പറ്റുകയും അവരുടെ കരിയറിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ, അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും 2 ഓർഗനൈസേഷൻ്റെ വിഷനും അതുപോലെ തന്നെ ഇൻറ്റേർണൽ എംപ്ലോയീസിൻ്റെ വിഷനും ഒരേപോലെ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് രേണുവാരെ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും എൻ്റെ ഓർഗനൈസേഷനിൽ തന്നെ ഒരാൾ CMO പൊസിഷനിലെത്തി ഗോഡ് സ്പീഡ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരാൾ ഇവിടെ ചെക്ക് സൈൻ ചെയ്യുന്നത് എനിക്ക് കാണുന്നു. അപ്പോൾ അവർ പറയും ഞാനെത്തും. അപ്പോൾ അവർ പറയൂട്ടോ ഞാനെത്തും. അപ്പോൾ എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാറുണ്ട്, അവരെത്തും. ഇത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പുറത്തുനിന്ന് ഒരാൾ ആ പൊസിഷനിൽ എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും എനിക്ക് സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും ഗോഡ് സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു CMO അല്ലെ CEO അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ, എന്തായാലും നമുക്ക് ഡെസിഗ്നേഷൻ എന്തും ആയിക്കോട്ടെ, അന്ന് അവിടെ പ്രൗഡായിട്ട് ആ ഒരു എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ആ വിമൻ എംപ്ലോയി അകത്തോട്ട് കയറുമ്പോൾ എല്ലാവരും നിന്ന് കൈയടിക്കുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൗഡായി. പിന്നെ ഞാൻ എടുക്കുന്ന ഓരോ ആപ്ലിക്കേഷനും വളരെ ആത്മാർത്ഥമായും 100% ഓണർഷിപ്പ് ആറ്റിറ്റ്യൂഡ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇത്ര വിഷണറിയായിട്ട് സംസാരിക്കുന്നത് റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, ലോകം മുഴുവൻ വളരാൻ സാധിക്കട്ടെ, ലോകത്ത് എവിടെ ചെന്നാലും ഗോഡ് സ്പീഡിൻ്റെ ഒരു ഓഫീസ് കാണാൻ സാധിക്കട്ടെ, അവിടെ എല്ലായിടത്തും വുമൺ ഓൺട്രപ്രണേഴ്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവട്ടെ. ഞാൻ ഇതിനേക്കാളൊക്കെ മാറ്റി നമുക്ക് കുറച്ച് കരിയർ ഫോക്കസ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് കൺട്രിയിലേക്ക് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നത്? മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയൻ പെർമനൻറ്റ് റെസിഡൻസി, കനഡിയൻ പെർമനൻറ്റ് റെസിഡൻസി, ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് എല്ലാം വളരെ നല്ല രീതിയിൽ പോകുന്ന മൈഗ്രേഷൻസ് ആണ്. പെർമനൻറ്റ് റെസിഡൻസി ആൻഡ് അതർ കാറ്റഗറീസ് ആണ്. അതുകൂടാണ്ട് ഇപ്പോൾ സ്റ്റഡി ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾ ചൂസ് ചെയ്യുന്നത് യൂറോപ്യൻ കൺട്രീസ്, ജർമ്മനി, ഓസ്ട്രിയ, ലൈക്ക് കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇതുമെല്ലാം സ്റ്റഡി നല്ല ഡെസ്റ്റിനേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം പേഴ്സണലി രേണു ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി 10ാം ക്ലാസ് എത്തുമ്പോൾ തന്നെ അവൻ്റെ കരിയർ ചൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. +1 എടുക്കുന്ന ലാംഗ്വേജ് സബ്ജക്റ്റ് ഏതാണോ അത് വെച്ചിട്ട്. അപ്പോൾ പേഴ്സണലി ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ രേണു ആ വ്യക്തിയോട് മൈഗ്രേറ്റ് ചെയ്യാൻ ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടെങ്കിൽ ഏത് കരിയർ ആയിരിക്കും ചൂസ് ചെയ്യാൻ പറയുള്ളൂ? ഓക്കെ, ആക്ച്വലി ഒരു സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് IT ഇൻഡസ്ട്രി നല്ലതാണ്. ഹെൽത്ത് കെയർ, സോഷ്യൽ വർക്കിംഗ്, നഴ്സിംഗ്, അങ്ങനെയുള്ള ഏതും ആ വ്യക്തിയുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് എൻഡ് ഓഫ് ദി ഡേ നമ്മളുടെ ഇൻട്രസ്റ്റും കൂടിയാണല്ലോ. പക്ഷെ ഇതെല്ലാം നല്ല ചാൻസസ് ഉള്ള മേഖലകളാണ്. എന്നും ചാൻസസ് ഉള്ള മേഖലകളാണ്. പിന്നെ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം നല്ല മേഖലകളാണ്. ഒന്നും അറിയാതൊരു വ്യക്തി രേണുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കാൻ, മാം ഞാൻ ഏത് കൺട്രി ചൂസ് ചെയ്യണം? എനിക്ക് മാമിൻ്റെ അഭിപ്രായത്തിലൊരു ബെസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ മൈഗ്രേറ്റ് ചെയ്യാൻ ഏത് കൺട്രി രേണു സജസ്റ്റ് ചെയ്യും?
ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ പ്രൊഫൈലായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ താങ്കൾ പഠിച്ചിരിക്കുന്നത് എന്ത് ഒക്യുപ്പേഷൻ ആണോ അതിൻ്റെ ജോബ് സാധ്യത ഏത് കൺട്രിയിലാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പിന്നെ താങ്കളൊരു സ്റ്റഡി എടുത്ത് പോവുകയാണെങ്കിൽ അവിടെ പെർമനൻറ്റ് റെസിഡൻസി കിട്ടുമോ? ആക്ച്വൽ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് എന്താണ് വേണ്ടത്? സെറ്റിൽ ആവണം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ട്, താങ്കൾക്ക് അവിടെ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നാൽ മതിയോ? ഇപ്പോൾ താങ്കൾ ജർമ്മൻ വിസ എടുത്തു, 2 years വർക്ക് പെർമിറ്റ് കിട്ടി, താങ്കൾക്കൊരു 80 lakhs 70 lakhs ഉണ്ടാക്കി വേണേൽ തിരിച്ചു പോകാം. അതാണ് പേർപ്പസ്. അത് നല്ല എഡ്യൂക്കേഷൻ, ട്രിപ്പിൾ ക്രൗൺ യൂണിവേഴ്സിറ്റീസ് ആണോ താങ്കൾ നോക്കുന്നത്? IIM പോലെയുള്ള യൂണിവേഴ്സിറ്റീസ് ആണോ താങ്കൾ നോക്കുന്നത്? അതാണ്. അത് പെർമനൻറ്റ് റെസിഡൻസി സെറ്റിൽമെൻ്റ് ആണോ ആഗ്രഹിക്കുന്നത്? ഇത് നോക്കിയിട്ടായിരിക്കും ഞാനൊരു കുട്ടിയെ സ്റ്റഡി അബ്രോഡിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. മൈഗ്രേഷൻ ആണെങ്കിൽ ഓക്യുപ്പേഷൻ ഏത് കൺട്രിയിലാണ് ഡിമാൻഡ്, ഗവൺമെൻറ് ജോബിൻ്റെ ചാൻസസ് ഏത് കൺട്രിക്കാണോ ഉള്ളത്, അവരവിടെ പോയാൽ സ്ട്രഗിൾ ചെയ്യാണ്ട് നല്ല അവരുടെ പ്രൊഫൈൽ ജോബ് കിട്ടാൻ സാധ്യത ഏതാണ്, ഇത് നോക്കിയിട്ടായിരിക്കും ഞാൻ മൈഗ്രേഷൻ സജസ്റ്റ് ചെയ്യും. ദി എൻഡ് ഓഫ് ദി ഡേ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്ലൈൻറ്റ്. ഡിപ്പെൻഡ്സ് ഓൺ ദ യെസ് എക്സാക്ട്ലി പ്രൊഫൈലിൽ നമ്മുടെ സജഷൻസ് ഉണ്ടാവും. പിന്നെ അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് അതാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ അവർക്ക് എന്താണ് വേണ്ടത് അതിലാണല്ലോ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. രേണു 18 വയസ്സിൽ എല്ലാ കാലഘട്ടത്തിലും +2 കഴിഞ്ഞതിന് ശേഷം എല്ലാ കാലഘട്ടത്തിലും ജോലി പഠനം ഒരുമിച്ച് കൊണ്ടുപോയ ഒരാളാണ്. എനിക്കൊന്ന് ഇപ്പോഴും പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും പറയുന്ന പ്രശ്നം ടൈം മാനേജ്മെൻറ്റ്. രേണു ഇതെല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഹെൽത്ത് നോക്കുന്നുണ്ട്, മെഡിറ്റേഷൻസ് ഉണ്ട്, അതിന് എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എങ്ങനെയാണ് ടൈം മാനേജ്മെൻറ്റ്? ആർക്കും പറ്റാത്തൊരു സാധനമാണ്. അതെങ്ങനെ ചെയ്യുന്നു? അതിന് ആക്ച്വലി എൻ്റെ ബാല്യകാലം തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പം തൊട്ടിട്ട് ഒരു കറക്റ്റ് ഡിസിപ്ലിൻ ലൈഫായിരുന്നു. രാവിലെ ഇന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് എഴുന്നേക്കണം, അത് നിർബന്ധമായിരുന്നു. ഇന്ന സമയത്ത് കിടക്കും. അപ്പം മൊത്തത്തിൽ ഒരു ടൈം ടേബിളും ടൈം മാനേജ്മെൻറ്റും ചെറുപ്പം തൊട്ടേ എനിക്ക് അറിയാം, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആക്ച്വൽ എക്സാംസ് ഫൈറ്റ് ചെയ്ത സമയത്തും 24 hours ഡിവൈഡ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇത്ര മണിക്കൂർ പഠിക്കണം, ഇത്ര മണിക്കൂർ, അതിൽ 16 മണിക്കൂർ പഠിക്കണം, 8 hours ബാക്കി ആക്ടിവിറ്റീസ്, അതിൽ 6 to 7 hours ഉറങ്ങുക, 1 hour അനദർ ആക്ടിവിറ്റീസ്, അപ്പോൾ 24 hours. അങ്ങനെ ഇതിനെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഈ പ്രാക്ടീസസ് ഓൾറെഡി സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ IIM നിന്ന് ലീഡർഷിപ്പ് ആൻഡ് ചേഞ്ച് മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്യുവാണ്. ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഇപ്പോഴും IIM നിന്നാണ് ചെയ്യുന്നത്, ലീഡർഷിപ്പ് ആൻഡ് കോഴ്സ് ചേഞ്ച് മാനേജ്മെൻറ്റ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ പറഞ്ഞ പഴയ പ്രാക്ടീസസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ ടൈം മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പം ഞാൻ ഓർഗനൈസേഷനിൽ 24 hours ഡിവൈഡ് ചെയ്തിട്ട് വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര മണിക്കൂർ വർക്ക്, ഇത്ര മണിക്കൂർ ട്രാവൽ, ഇത്ര മണിക്കൂർ അനദർ ആക്ടിവിറ്റീസ്, ലാസ്റ്റിൻ്റെ നൈറ്റ് 15 minutes സെൽഫിന് വേണ്ടിയിട്ട്, ലൈക്ക് 15 minute നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ബൈബിൾ വായിക്കുകയോ ഖുറാൻ വായിക്കുകയോ, ഫസ്റ്റിൻ്റെ മോർണിംഗ് 15 minutes നിങ്ങൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പോൾ 30 minute അതിനാവുന്നുള്ളൂ. അങ്ങനെ അവർക്ക് ഞാനിതൊരു പാറ്റേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനും അങ്ങനെ ഒരു പാറ്റേണിൽ പോകുന്നത് കൊണ്ട് എനിക്ക് പഠിക്കാനും പറ്റുന്നുണ്ട്. എനിക്ക് 6 വയസ്സുള്ള മോളുണ്ട്. അവളുടെ കാര്യങ്ങൾ, പഠിത്തം എല്ലാം മാനേജ് നമുക്ക് പറ്റുമല്ലേ? അപ്പോൾ പറ്റും. പക്ഷെ ടൈം മാനേജ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ. ഞാൻ മുത്തശ്ശിക്കൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കുന്നത്. കാരണം ആ വ്യക്തിയാണല്ലോ എന്ന് പറയുന്നത് ഈ വ്യക്തിനെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത്രയും ഒരു ബേസ് തന്നിരിക്കുന്നത്. അതെ അതെ, ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസിപ്ലിൻ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞാൻ പറയട്ടെ, നമ്മൾ വലിയ ഞാൻ പഠിക്കാനായിട്ട് വളരെ ഭയങ്കര ബ്രില്യൻറ്റോ അങ്ങനത്തെ കുട്ടിയൊന്നുമല്ല, ആവറേജ് ഓർ ബിലോ ആവറേജ്. പക്ഷേ ഈ ഡിസിപ്ലിൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കെല്ലാം അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഡിസിപ്ലിൻ ആണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഡിസിപ്ലിൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവും. അതിപ്പം ഏത് കുട്ടിയാണെങ്കിലും ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ വളരെ ആവറേജ് ഓർ ബിലോ ആവറേജ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. പക്ഷെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം രേണുവിൻ്റെ വിഷൻസിൽ രേണുവിൻ്റെ വിഷനും മിഷനും രേണുവിൻ്റെ കൂടെയുള്ള എല്ലാവരും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു സെഗ്മെൻറ്റിൽ ഗോഡ് സ്പീഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്പർ 1 എന്ന് പറഞ്ഞ പൊസിഷനിൽ നിൽക്കുന്നത്. അതിങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഒരുപാട് പേർ ഇനി എംപ്ലോയ്മെൻറ്റ് കൊടുക്കാനും അവരുടെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഈ 5310 പോലത്തെ ഒരുപാട് കോൺസെപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും അത് ഇൻ്റർനാഷണൽ ലെവല് ആളുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഇപ്പോൾ രേണുവിന് മാത്രമല്ല, രേണുവിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് മറ്റുള്ളവർ കൂടി അത് അവരവരുടെ കമ്പനിയിൽ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെയുള്ളൊരു വേദിയാകട്ടെ ഈ ഒരു സ്പാർക്കിൻ്റെ എപ്പിസോഡ് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കിനി മുന്നോട്ട് കണ്ടുമുട്ടാം. കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഇമിഗ്രേഷൻ ലേഡി നാളെ ലോകത്തിൻ്റെ ഇമിഗ്രേഷൻ ലേഡിയായിട്ട് വളരട്ടെ. അതിനുവേണ്ടിയുള്ള എല്ലാ ഭാവങ്ങളും നേരുന്നു, ആശംസകളും നേരുന്നു. താങ്ക് യു.